ദേശീയപാതയിലെ ചാലക്കുടി മുരിങ്ങൂർ മേഖലയിൽ വൻ ഗതാഗതക്കുരുക്ക്. 10 കിലോമീറ്റർ അകലെ വരെ വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നു. കുന്നംകുളം കാണിപ്പയ്യൂരിൽ ആംബുലൻസും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരണം 3 ഗുരുതരമായി പരിക്കേറ്റ കൂനംമുച്ചി സ്വദേശി ആന്റണി ഇന്ന് രാവിലെ മരിച്ചു. കുറാഞ്ചേരി ദുരന്തം നടന്നിട്ട് 7 വർഷം പിന്നിടുന്നു. പ്രിയപ്പെട്ടവരുടെ ഓർമ്മയിൽ ഉറ്റവരും സ്നേഹിതരും ഒത്തുചേർന്നു. മഹാപ്രളയത്തിന്റെ നടുക്കുന്ന ഓർമ്മയിൽ ചാലക്കുടി. നാളെ ചിങ്ങം 1 പൊന്നോണക്കാലത്ത് വരവേൽക്കാൻ മലയാളികൾ. തിരുവോണം സെപ്റ്റംബർ 5, പുലിക്കളി 8-ാം തീയതി. വാർത്തകളിലേക്ക് വിശദമായി. ദേശീയപാതയിലെ ഗതാഗതക്കുരുക്കിന് ശമനമില്ലാതെ ചാലക്കുടി. ഇന്ന് പുലർച്ചെ മുതൽ തുടങ്ങിയ രൂക്ഷമായ ഗതാഗത സ്തംഭനം മണിക്കൂറുകൾ പിന്നിട്ടിട്ടും തുടരുകയാണ്. അടിപ്പാത നിർമ്മാണം നടക്കുന്ന മുരിങ്ങൂർ ജംഗ്ഷനിലെ റോഡിന്റെ ശോചനീയാവസ്ഥയാണ് കിലോമീറ്ററുകൾ നീളുന്ന സ്ഥിരം ഗതാഗതക്കുരുക്കിന് കാരണം. 10 കിലോമീറ്റർ അകലെ കൊടകര വരെ വാഹനങ്ങൾ കുടുങ്ങിക്കിടന്നു. തകർന്നു കിടക്കുന്ന റോഡിലെ കുഴികൾ കടന്നുപോകാൻ ഭാരവാഹനങ്ങൾ ഏറെ സമയമെടുക്കുന്നതാണ് ദുരവസ്ഥയ്ക്ക് കാരണം. കൂടുതൽ വിവരങ്ങളുമായി ചാലക്കുടിയിൽ നിന്നും ജയൻ ചേരുന്നു. ജയൻ, ഇപ്പോഴും വാഹനങ്ങൾ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുകയാണോ? എന്തൊക്കെ ബദൽ ക്രമീകരണങ്ങൾ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്? ലിബീഷ്, കഴിഞ്ഞ ഒരാഴ്ചയായി ചാലക്കുടിയിൽ തുടരുന്ന ഗതാഗത സ്തംഭനം ഇപ്പോഴും അതിരൂക്ഷമായി തന്നെ അനുഭവപ്പെടുകയാണ്. ഇന്ന് പുലർച്ചെ മുതൽ ആരംഭിച്ച വൻ ഗതാഗത കുരുക്കിന് ഏകദേശം രാവിലെ 10 മണി വരെ തെല്ലും ശമനമുണ്ടായില്ല. എന്നാൽ ഇപ്പോൾ പോലീസുകാരുടെയും മറ്റും ശക്തമായ ഇടപെടൽ മൂലം ചെറിയൊരു ആശ്വാസം ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ പോലും പല വാഹനങ്ങളും ഇപ്പോഴും മേൽപ്പാലത്തിന് മുകളിലും മറ്റും റോഡിലും എല്ലാമായി സ്തംഭിച്ചു കിടക്കുകയാണ്. പുലർച്ചെയായിരുന്നു ഏറ്റവും രൂക്ഷമായ കുരുക്ക് അനുഭവപ്പെട്ടത്. ഇന്നലെ രാത്രിയിൽ മുരിങ്ങൂരിൽ ഗട്ടറിൽ വീണ് ഒരു ലോറി മറിഞ്ഞിരുന്നു. ഇത് തടി മാറ്റി ലോറി ഉയർത്തുന്നതിന് വേണ്ടി ഒരുപാട് സമയം വേണ്ടി വന്നു. ക്രെയിനും എല്ലാം ഉപയോഗിച്ചായിരുന്നു രക്ഷാപ്രവർത്തനം നടത്തിയത്. ആരംഭിച്ചതാണ് രൂക്ഷമായ ഗതാഗത കുരുക്ക്. അത് അങ്ങനെ തുടർന്ന് പുലർച്ചെയും രാവിലെയും എല്ലാം പിന്നിട്ടിട്ടും യാതൊരുവിധ ആശ്വാസവും ഉണ്ടായില്ല. വലിയ എല്ലാവിധ വാഹനങ്ങളും, ഇരുചക്ര വാഹനങ്ങളടക്കം രൂക്ഷമായ ഗതാഗത സമരത്തിലായി. പ്രാദേശിക വഴിയിലൂടെ വാഹനങ്ങൾ തിരിച്ചുവിട്ടെങ്കിലും ഇതൊന്നും കാര്യമായ ഇതിന് പ്രയോജനമുണ്ടായില്ല. പോലീസുകാരെല്ലാം ശക്തമായി ഇതിൽ ഇടപെടുന്നുണ്ടെങ്കിലും പക്ഷേ യാത്രക്കാരെ സംബന്ധിച്ച് തെല്ലും ആശ്വാസം ആകുന്നില്ല ഈ രക്ഷാപ്രവർത്തനങ്ങളൊന്നും. കഴിഞ്ഞ ഒരു മാസമായി മിക്ക ഞായർ അതുപോലെ അവധി ദിവസങ്ങളിലെല്ലാം ഗതാഗതക്കുരുക്കുണ്ട്. പക്ഷെ ഇപ്പോൾ സംഭവിച്ചത് ഒരാഴ്ചയായി സ്ഥിരം ഗതാഗതക്കുരുക്കാണ്. അതാണ് ഇന്ന് പുലർച്ചെ മുതൽ അതിരൂക്ഷമായത്. ലിബീഷ്, ജയൻ, ഏതു ഭാഗത്താണ് കൂടുതൽ കുരുക്കുള്ളത്? ദൃശ്യങ്ങളിൽ ഒരു ഭാഗത്തേക്ക് വാഹനങ്ങൾ സുഗമമായി തന്നെ പോകുന്നത് കാണാനുണ്ടല്ലോ. ലിബീഷ്, നമ്മൾ എങ്ങനെ പറയുകയാണെങ്കിൽ തൃശ്ശൂർ എറണാകുളം റോഡിലാണ് ഇപ്പോൾ ഒരാഴ്ചയായുള്ള ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നത്. ഇത് നേരെ മറിച്ച് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് വരെ എറണാകുളത്ത് നിന്ന് തൃശ്ശൂർ റൂട്ടിലായിരുന്നു ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടത്. പക്ഷെ ഇപ്പൊ നേരെ എതിർവശത്ത് തൃശ്ശൂർ എറണാകുളം റൂട്ടിലാണ് സ്ഥിരമായി ഗതാഗതക്കുരുക്ക് ഉണ്ടാകുന്നത്. അടിപ്പാത നിർമ്മാണം നടക്കുന്ന മുരിങ്ങൂർ ജംഗ്ഷനിലെ ഗർത്തങ്ങളാണ് ഇതിന് പ്രധാന കാരണം. ഈ ഭാഗത്താണ് ഇപ്പോൾ കൂടുതൽ ഗർത്തങ്ങൾ ഉള്ളത്. ഇവിടെ എത്തുന്ന വണ്ടികൾ ഇതിൽ ഗർത്തത്തിൽ ചാടുകയും മുന്നോട്ട് പോകാനുള്ള പ്രയാസത്തിൽ ഏറെ നേരം താണ്ടുകയും ചെയ്യുന്നതാണ് ഈ ഗതാഗത കുരുക്കിന് ഇടയാക്കുന്നത്. ലിബീഷ്, യാത്രക്കാർ ശ്രദ്ധിക്കുക. എറണാകുളം തൃശൂർ പാതയിൽ ദുരിതയാത്ര. വിവരങ്ങളാണ് ജയൻ ചാലക്കുടിയിൽ നിന്നും നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. കുന്നംകുളം കാണിപ്പയ്യൂർ കുരിശിന് സമീപം ആംബുലൻസും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരണം 3 കൂനമുച്ചി സ്വദേശി കുത്തൂർ വീട്ടിൽ കൊച്ചപ്പന്റെ മകൻ 59 വയസ്സുള്ള ആന്റണിയാണ് മരിച്ചത്. ഇന്ന് രാവിലെ 7:30യോടെയാണ് മരണം സ്ഥിരീകരിച്ചത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു ആന്റണി. ആന്റണിയുടെ ഭാര്യ പുഷ്പ, കളമശ്ശേരി പത്തടിപ്പാലം സ്വദേശി രോഷ്നി ഭവനിൽ 56 വയസ്സുള്ള കുഞ്ഞിരാമൻ എന്നിവർ അപകട ദിവസം തന്നെ മരിച്ചിരുന്നു. ആംബുലൻസിൽ രോഗിക്കൊപ്പമുണ്ടായിരുന്ന സ്റ്റാഫ് നഴ്സ് ആലുവ സ്വദേശി വിപിൻ, ആംബുലൻസ് ഡ്രൈവർ കളമശ്ശേരി സ്വദേശി അനീഷ്, രോഗിയുടെ ബന്ധുക്കളായ കണ്ണൂർ സ്വദേശി 53 വയസ്സുള്ള വിനോദ്, കണ്ണൂർ ചെറുകുന്ന് സ്വദേശി 57 വയസ്സുള്ള ചന്ദ്രൻ എന്നിവർ പരിക്കുകളോടെ ചികിത്സയിലാണ്. ഞായറാഴ്ച വൈകിട്ട് 3 മണിയോടെയാണ് അപകടമുണ്ടായത്. തൃശൂർ ഭാഗത്ത് നിന്ന് കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന ആംബുലൻസിൽ തെറ്റായ ദിശയിലെത്തിയ കാർ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ റോഡിൽ ആംബുലൻസ് മറിഞ്ഞു.
കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു. കുന്നംകുളം അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥരും നാട്ടുകാരുമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. എറണാകുളം കിൻഡർ ഹോസ്പിറ്റലിൽ നിന്നും കണ്ണൂർ മിഷൻ ഹോസ്പിറ്റലിലേക്ക് രോഗിയുമായി പോവുകയായിരുന്ന ആംബുലൻസാണ് അപകടത്തിൽപ്പെട്ടത്. കുറാഞ്ചേരി ദുരന്തം നടന്നിട്ട് 7 വർഷം പിന്നിടുന്നു. വർഷം എത്ര കഴിഞ്ഞാലും നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മകളുമായാണ് പ്രദേശവാസികൾ ജീവിക്കുന്നത്. 2018 ആഗസ്റ്റ് 16 ഒരു നിമിഷം നേരം കൊണ്ട് 19 ജീവനുകളാണ് തുടച്ചു നീക്കപ്പെട്ടത്. നിമിഷ നേരം കൊണ്ട് പാഞ്ഞെത്തിയ മണ്ണിടിച്ചിൽ തൃശൂർ ഷൊർണൂർ റോഡിന് സമീപമുള്ള റെയിൽവേ പാളം വരെ എത്തിയിരുന്നു. 100ഓളം ടിപ്പറുകളും മണ്ണുമാന്തി യന്ത്രങ്ങളും ദിവസങ്ങളോളം പ്രയത്നിച്ചാണ് 19 മൃതദേഹങ്ങൾ പുറത്തെടുത്തത്. നാട്ടിലെ എല്ലാ കാര്യങ്ങളിലും മുന്നിട്ട് ഒപ്പമുണ്ടായിരുന്നവരെ നിമിഷ നേരം കൊണ്ട് ദുരന്തം തട്ടിയെടുത്തതിന്റെ നടുക്കുന്ന ഓർമ്മയിലാണ് ഇന്നും കുറാഞ്ചേരി. കുടുംബത്തെ മരണം കവരുന്നതിന് തൊട്ടു മുൻപ് മസ്കറ്റിൽ നിന്നും കുടുംബവുമായി സംസാരിച്ച സിജോയ്ക്ക് നഷ്ടപ്പെട്ടത് പിതാവ് മത്തായി, മാതാവ് റോസി, പെങ്ങൾ സൗമ്യ, മക്കളായ മെറിൻ, മെൽന എന്നിവരെയാണ്. സിജോയുടെ ഭാര്യ ബിൻസി പ്രസവത്തിനായി പത്താഴക്കുണ്ടിലെ സ്വന്തം വീട്ടിലായിരുന്നതിനാൽ രക്ഷപ്പെടുകയായിരുന്നു. കുറാഞ്ചേരിയിൽ പച്ചക്കറിക്കട നടത്തിയിരുന്ന മോഹനനും കുടുംബവും റോസി, ഏഞ്ചൽ, മത്തായി, ബേബി, സൗമ്യ ഇങ്ങനെ 19 ജീവനുകൾ എല്ലാം ഇന്ന് കുറാഞ്ചേരിക്കാർക്ക് ഉണങ്ങാത്ത മുറിവുകളാണ്. ചെറിയ മണ്ണിടിച്ചിൽ പോലും സംഭവിച്ചിട്ടില്ലാത്ത ഇവിടെ ഇത്ര വലിയ ദുരന്തമുണ്ടായത് ഇപ്പോഴും ആർക്കും വിശ്വസിക്കാനാകുന്നില്ല. തങ്ങൾക്ക് പ്രിയപ്പെട്ടവരായിരുന്നവരുടെ ഓർമ്മയ്ക്ക് മുൻപിൽ വീണ്ടും പ്രദേശവാസികൾ ഒത്തുചേരും, ഉറ്റവർക്ക് കണ്ണീർ പ്രണാമം അർപ്പിക്കുന്നതിനായി. TCV വടക്കാഞ്ചേരി. കുറാഞ്ചേരി ദുരന്തം കഴിഞ്ഞ് 7 കൊല്ലം പൂർത്തിയാകുമ്പോൾ പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ ഉറ്റവരും സ്നേഹിതരും പ്രണാമം അർപ്പിച്ചു. 2018 ഓഗസ്റ്റ് 16 കുറാഞ്ചേരിയിൽ ഉണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ 19 ജീവനുകളാണ് പൊലിഞ്ഞത്. അനുസ്മരണ യോഗത്തിൽ MLA-മാരായ AC മൊയ്തീൻ, സേവ്യർ ചിറ്റലപ്പള്ളി, നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ, തെക്കുംകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ, വൈസ് പ്രസിഡന്റ് E ഉമാലക്ഷ്മി, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CV സുനിൽകുമാർ, MR അനൂപ് കിഷോർ, MR സോമനാരായണൻ, PR അരവിന്ദാക്ഷൻ, സ്വപ്ന ശശി തുടങ്ങിയവർ പങ്കെടുത്തു. 2018 ഒരിക്കലും ഞങ്ങളാരും പ്രതീക്ഷിച്ചിരുന്ന നമ്മുടെ മനുഷ്യ ജീവനുകളാണ്. കൂടുതൽ വാർത്തകളിലേക്ക് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. TCVയിലെ നിങ്ങളുടെ ഇഷ്ട അവതാരകർ ഓണവിശേഷങ്ങളുമായി എത്തുന്ന ഓണം ചാറ്റ് ഷോ. മലയാളി ടെലിവിഷൻ പ്രേക്ഷകരുടെ ഇഷ്ടതാരം സീരിയലുകളിലൂടെ സുപരിചിതനായ നവനീത് കൃഷ്ണ ഓണവിശേഷങ്ങൾ പങ്കുവെക്കുന്നു TCV ചാനലിലൂടെ. TCV ക്യാമ്പസ് ഓണം. തൃശൂർ ജില്ലയിലെ വിവിധ ക്യാമ്പസുകളിലെ ഓണാഘോഷം ഈ ഓണ ദിവസങ്ങളിൽ നിങ്ങൾക്കും കണ്ടാസ്വദിക്കാം. തിരുവോണത്തിന് നിങ്ങളോട് സംസാരിക്കാൻ മാവേലി എത്തുന്നു TCVയിൽ. തത്സമയം നിങ്ങൾക്കും വിശേഷങ്ങൾ പങ്കുവെക്കാം. കളിച്ചിരിയുമായി ഈ ഓണത്തിന് സുന്ദരിമാരെത്തുന്നു TCV ഓണക്കൂട്ടിൽ. ഓണവിപണിയിലെ രുചിക്കൂട്ടുകൾ തേടിയൊരു യാത്ര, ഓണ രുചിക്കൂട്ട്. തിരുവോണ വിശേഷങ്ങൾ പങ്കുവെക്കാൻ നിങ്ങൾ റെഡിയാണോ? കേൾക്കാൻ ഞങ്ങൾ റെഡി. തിരുവോണ ദിവസം രാവിലെ തത്സമയ ഫോണിൻ പ്രോഗ്രാം. ഓണം മലയാളികൾക്ക് സമ്മാനിച്ച ഒരുപാട് ഓർമ്മകളുണ്ട്. ആ കഥകളുമായി TCV പ്രത്യേക പരിപാടി തിരുവോണമുറ്റത്ത്. ഉത്രാട ദിവസം നിങ്ങളുടെ ഓണവിശേഷങ്ങൾ തത്സമയം പങ്കുവെക്കാം ലൈവ് ഫോണിൻ പ്രോഗ്രാമിലൂടെ. ഓണത്തിന്റെ വരവറിയാൻ ഉത്രാടപ്പാച്ചിൽ കണ്ടാൽ മതി. ഉത്രാടപ്പാച്ചിൽ കാഴ്ചകൾ TCVയിലൂടെ ആസ്വദിക്കാം. ഈ ഓണം കളറാക്കാം TCVക്കൊപ്പം. വീണ്ടും വാർത്തകളിലേക്ക്. മഹാപ്രളയത്തിന്റെ ഇരുണ്ട ഓർമ്മകൾക്ക് 7 ആണ്ട് തികഞ്ഞു. അന്ന് ഏറെ നാശനഷ്ടം നേരിട്ട ചാലക്കുടിയും പരിസര പ്രദേശങ്ങളും ഇപ്പോഴും ആ ദുരന്തത്തിന്റെ നടുക്കുന്ന ഓർമ്മകളിലാണ്. ചാലക്കുടി നഗരസഭയുടെ പുഴയോരം പ്രദേശത്തും പരിയാരം, മേലൂർ, കാടുകുറ്റി പഞ്ചായത്തുകളുമാണ് അന്ന് ഏറെ നാശനഷ്ടങ്ങൾ ഉണ്ടായത്. മേലൂരിലെ ഡിവൈൻ ലഹരിമുക്ത കേന്ദ്രത്തെ മുക്കിയ പ്രളയത്തിൽ 100ഓളം രോഗികളുടെ ജീവൻ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. പടിഞ്ഞാറേ ചാലക്കുടിയിൽ വീടിടിഞ്ഞു വീണ നഗരത്തിലെ വ്യാപാരിയും അമ്മയും മരിച്ചത് പ്രളയത്തിന്റെ നടുക്കുന്ന ഓർമ്മയാണ്. വെട്ടിക്കുഴിയിൽ ഉരുൾപൊട്ടലിൽ വീട്ടമ്മയുടെ മരണവും സ്വകാര്യ ബസ് ജീവനക്കാരന് മുരിങ്ങൂരിൽ ഒഴുക്കിൽപ്പെട്ട ജീവൻ നഷ്ടമായതും കണ്ണീരോർമ്മകൾ. ചാലക്കുടി നഗരത്തിലും ദേശീയപാതയിലും വെള്ളം കയറി. വെറ്റിലപ്പാറ പാലം ഭാഗികമായി തകർന്നു. പ്രളയത്തിൽ പുഴയിലൂടെ ഒഴുകിയ മരങ്ങൾ വെട്ടുകാട് പാലത്തിന്റെ തൂണുകളിൽ തടഞ്ഞു നിന്നു. ഒടുവിൽ പാലത്തിന് മുകളിലൂടെ വെള്ളമൊഴുകി. പാലം തന്നെ ഒലിച്ചു പോകുമോ എന്ന പേടിയുണ്ടായി. പിന്നീട് ഇവിടം കേന്ദ്രീകരിച്ചു നടന്നത് വിലമതിക്കാനാകാത്ത രക്ഷാപ്രവർത്തനം. മഹാദുരന്തവും കെടുതികളും രക്ഷാപ്രവർത്തനവുമെല്ലാം വരും തലമുറയുടെ ഓർമ്മയിലേക്ക് പകരാൻ കാടുകുറ്റി പഞ്ചായത്തിലെ അന്നനാടും പരിയാരത്തെ കാഞ്ഞിരപ്പള്ളിയിലും സ്തൂപങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. TCV ന്യൂസ്, ചാലക്കുടി.
നാളെ ചിങ്ങമൊന്ന്. ഓണത്തിനുള്ള ഒരുക്കങ്ങളുമായി മലയാളികൾ. ചിങ്ങമൊന്ന് കർഷക ദിനം കൂടിയാണ്. വറുതിയുടെയും പേമാരിയുടെയും കർക്കിടകമൊഴിഞ്ഞ് പൊന്നോണക്കാലവുമായാണ് ചിങ്ങമെത്തുന്നത്. സെപ്റ്റംബർ 5-നാണ് തിരുവോണം. നാലോള നാളിൽ സെപ്റ്റംബർ 8-നാണ് തൃശ്ശൂരിൽ പുലിക്കളി. മുളങ്കുന്നത്തുകാവിൽ +1 വിദ്യാർത്ഥി കുളത്തിൽ മുങ്ങി മരിച്ചു. തിരൂർ സ്വദേശി 17 വയസ്സുള്ള എൻവിനാണ് മരിച്ചത്. ഇന്നലെ വൈകുന്നേരം മുളങ്കുന്നത്തുകാവ് പാലക്കുളത്തിലായിരുന്നു അപകടം. സുഹൃത്തുക്കൾക്കൊപ്പം കുളിക്കുന്നതിനിടെ മുങ്ങിപ്പോവുകയായിരുന്നു. തൃശ്ശൂരിൽ നിന്നുള്ള സ്കൂബ സംഘം എത്തി പുറത്തെടുത്തെങ്കിലും മരിച്ചിരുന്നു. BJP മാർച്ചിനിടെ പോലീസ് മർദ്ദനത്തിൽ പരാതി നൽകി BJP ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്. കൊലപ്പെടുത്താൻ ശ്രമിച്ചതായാണ് കമ്മീഷണർക്ക് പരാതി നൽകിയത്. മാർച്ചിനിടെ വിരോധം തീർക്കാൻ തലക്കടിക്കുകയായിരുന്നുവെന്ന് പരാതിയിൽ പറയുന്നു. യൂത്ത് കോൺഗ്രസ് ചേലക്കര നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനത്തിൽ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന പേരിൽ സായാഹ്ന സദസ്സ് സംഘടിപ്പിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് അഖിലാഷ് പാഞ്ഞാൾ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി പ്രസാദ് ആറ്റൂർ, അഡ്വക്കേറ്റ് രമേഷ് പൂങ്കാവനം, T ഗോപാലകൃഷ്ണൻ, ശിവൻ വീട്ടിക്കുന്ന്, വിനോദ് ചേലക്കര തുടങ്ങിയവർ സംസാരിച്ചു. അതിനുശേഷം ഇതപര്യന്തമുള്ള ഇന്ത്യയുടെ വളർച്ചയുമായോ ഇന്ത്യയുടെ രാഷ്ട്ര പുനർനിർമ്മാണവുമായോ പുലബന്ധം. ആ പ്രസ്ഥാനത്തിന്റെ പേര് അതെന്നും ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് എന്നായിരിക്കും. ആ പ്രസ്ഥാനത്തിനാണ് അതിനുള്ള യോഗ്യതയുള്ളതെന്ന് നമുക്കറിയാവുന്നതാണ്. ഈ രാജ്യത്തെ ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി ചാവക്കാട് സമര സംഗമം സംഘടിപ്പിച്ചു. കൂട്ടുങ്ങൽ ചത്തുരത്തിൽ നടന്ന പരിപാടി CPM സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് KS അനൂപ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് സെക്രട്ടറി എറിൻ ആന്റണി, ഏരിയ സെക്രട്ടറി TT ശിവദാസൻ, CPM ജില്ലാ കമ്മിറ്റി അംഗം M കൃഷ്ണദാസ്, ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, നേതാക്കളായ AH അക്ബർ, ഷൈനി ഷാജി, മാലിക്കുളം അബ്ബാസ്, TG രഹന, ഹസൻ മുബാറക് തുടങ്ങിയവർ സംസാരിച്ചു. 2014 പ്രത്യേകത കമ്മ്യൂണിസ്റ്റുകാരുടെ ആശയം ജർമ്മനിൽ വന്നവർ. കുട്ടികൾക്കായി വിനോദോപാധികൾ ഒരുക്കി കൊടുങ്ങല്ലൂർ ശൃംഗപുരം GLP സ്കൂളിൽ വർണ്ണക്കൂടാരം തുടർന്നു. VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത അധ്യക്ഷയായിരുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷീല പണിക്കശ്ശേരി, KS കൈസാബ്, LC പോൾ, കൗൺസിലർമാരായ KR ജൈത്രൻ, CS സുവിന്ദ്, ഗീതാ റാണി തുടങ്ങിയവർ സംസാരിച്ചു. വർണ്ണക്കൂടാരത്തിന്റെ ശില്പി ഷൈൻ മഞ്ഞളിയെ ചടങ്ങിൽ ആദരിച്ചു. വെള്ളിക്കുളങ്ങര ഗവൺമെന്റ് UP സ്കൂളിന് മുൻവശത്തായി റോഡിനോട് ചേർന്ന് വളർന്നു നിന്നിരുന്ന കുറ്റിച്ചെടികൾ ഓട്ടോ ഡ്രൈവർ വെട്ടിമാറ്റി. ഡ്രൈവർ രാജൻ പയ്യാക്കയാണ് കുറ്റിച്ചെടികൾ വെട്ടിനീക്കിയത്. കുറ്റിച്ചെടികൾക്കിടയിൽ ഇഴജന്തുക്കളെ കാണുന്നത് പതിവായ സാഹചര്യത്തിലാണ് രാജൻ ഈ മാതൃകാ പ്രവർത്തനത്തിനിറങ്ങിയത്. തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രമുഖ ധനകാര്യ സ്ഥാപനമായ ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ് സ്വാതന്ത്ര്യദിനത്തിൽ തൃശൂർ ജനറൽ ആശുപത്രിയിലേക്ക് 11 വീൽ ചെയറുകൾ സംഭാവന നൽകി. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പിന്റെ കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നൽകുന്ന വീൽ ചെയറുകൾ തൃശൂർ ജനറൽ ആശുപത്രിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ് MD രാജേഷ് മേയർ MK വർഗീസിന് കൈമാറി. ജനറൽ ആശുപത്രി സൂപ്രണ്ട് ടാജ് പോൾ പനയ്ക്കൽ, ഡോക്ടർ നോബിൾ, നഴ്സിംഗ് സൂപ്രണ്ട് M ജ്യോതി, ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ് ഡയറക്ടർമാരായ സജിമോൾ, ചിന്നമ്മ വിൻസെന്റ്, കവിത, സ്റ്റേറ്റ് ഹെഡ് സനീഷ്, സുനിൽ, പ്രസീദ്, സ്റ്റാഫ് അംഗങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കേരളം, തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പിന് നിലവിൽ 50ഓളം ബ്രാഞ്ചുകളും 650-ലേറെ ജീവനക്കാരുമുണ്ട്. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പിന്റെ അനുബന്ധ സ്ഥാപനമായ ഫ്യൂച്ചർ വെൽത്ത് ഫൗണ്ടേഷൻ പൊതുജനങ്ങൾക്കായി നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. നോൺ ബാങ്കിംഗ് ധനകാര്യ മേഖലയിൽ കഴിവും പ്രാഗൽഭ്യവുമുള്ള ഡയറക്ടർമാരുടെ നേതൃത്വവും പരിചയസമ്പന്നരായ ജീവനക്കാരുടെ പ്രതിബദ്ധതയാർന്ന പ്രവർത്തനവുമായാണ് ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ് സ്വകാര്യ ധനകാര്യ രംഗത്ത് മുന്നേറുന്നത്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് #1 ബ്രോഡ്ബാൻഡ് സർവീസ്.
വീണ്ടും വാർത്തകളിലേക്ക്. തലോർ ദീപ്തി ഹൈസ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി യോഗം ചേർന്നു. സ്കൂൾ മാനേജർ ഫാദർ ആന്റണി വേലത്തിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. പ്രഥമ ഹെഡ്മാസ്റ്റർ ഫാദർ വിൻസെന്റ് പാറേക്കാട്ടിൽ മുഖ്യപ്രഭാഷണം നടത്തി. പ്രധാന അധ്യാപിക റീന കെ ജോൺ അധ്യക്ഷത വഹിച്ചു. ബാബു ഡേവിസ്, ജോസഫ് ചാക്കേരി, MJ വിൻസെന്റ്, ഫാദർ സിബി വിൻസെന്റ്, പ്രബിൻ ടി പോൾ തുടങ്ങിയവർ സംസാരിച്ചു. ഏറ്റവും നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കട്ടെ. നിർബന്ധമായുള്ള അച്ഛൻ വരണമെന്നാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. എന്നെ ഞാനാക്കി മാറ്റിയത് സത്യം പറയുക. AIYF ചേലക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴയന്നൂരിൽ യുവസംഗമം സംഘടിപ്പിച്ചു. CPI ജില്ലാ കൗൺസിൽ അംഗം T പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. AIYF ചേലക്കര മണ്ഡലം പ്രസിഡന്റ് PR കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. CPI ചേലക്കര മണ്ഡലം സെക്രട്ടറി P ശ്രീകുമാരൻ, AIYF സംസ്ഥാന കമ്മിറ്റി അംഗം TP സുനിൽ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KS ദിനേശ്, മണ്ഡലം സെക്രട്ടറി VK പ്രവീൺ, AISF ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KS അഭിറാം തുടങ്ങിയവർ സംസാരിച്ചു. തിരുവല്ലോമല ശ്രീ വില്വാദ്രിനാഥ ക്ഷേത്രത്തിൽ 101 പറ അരിയുടെ ഓണസദ്യ ഞായറാഴ്ച നടക്കും. ചിങ്ങം 1-നാണ് തിരുവല്ലോമല ശ്രീ വില്വാദ്രിനാഥ ക്ഷേത്രത്തിൽ 101 പറ അരിയുടെ ഓണസദ്യ സംഘടിപ്പിക്കുന്നത്. ബ്രദേഴ്സ് തിരുവല്ലോമലയുടെ നേതൃത്വത്തിലാണ് സമർപ്പണം. തുടർച്ചയായി 13-ാം വർഷമാണ് ചിങ്ങം 1-ന് സദ്യ നടത്തുന്നത്. കൊടകര സ്നേഹ മ്യൂസിയത്തിന്റെ വാർഷികം ആഘോഷിച്ചു. 1-ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സ്നേഹത്തിന്റെ രൂപഭാവങ്ങളെ അക്ഷരങ്ങളുടെ പ്രതിദാനം ചെയ്യുന്ന 11 സ്നേഹരൂപങ്ങൾ എന്ന ശില്പം സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. മ്യൂസിയം ഡയറക്ടർ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പുളിക്കൽ അധ്യക്ഷത വഹിച്ചു. ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സാംസ്കാരികോത്സവം എഴുത്തുകാരി രാജകുമാരി ഉദ്ഘാടനം ചെയ്തു. പ്രായഭേദമന്യേ സ്വതന്ത്രമായി വരയ്ക്കാനായി സജ്ജമാക്കിയ തുറന്ന ക്യാൻവാസിന്റെ ഉദ്ഘാടനം പത്രപ്രവർത്തകനും മേള കലാകാരനുമായ കൊടകര ഉണ്ണി നിർവഹിച്ചു. പ്രകാശൻ ഇഞ്ചക്കുണ്ട്, എഴുത്തുകാരൻ അഡ്വക്കേറ്റ് VP ലിസൺ എന്നിവർ സംസാരിച്ചു. മാള പള്ളിപ്പുറം സെന്റ് ആന്റണീസ് തീർത്ഥാടന കേന്ദ്രത്തിന്റെ ശതാബ്ദി വിളംബര പ്രയാണം നടത്തി. തുരുത്തിപ്പുറം സെന്റ് ഫ്രാൻസിസ് അസീസി പള്ളിയിൽ നിന്നാണ് വിളംബര ദീപശിഖ പ്രയാണം തുടങ്ങിയത്. കോട്ടപ്പുറം രൂപതാ മെത്രാൻ ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ പ്രയാണ സന്ദേശം നൽകി. തുടർന്ന് തിരുനാൾ ദിവ്യബലിയും നേർച്ച ഭക്ഷണവും ഉണ്ടായിരുന്നു. പ്രവാസി കൂട്ടായ്മയായ വടക്കാഞ്ചേരി സുഹൃത്ത് സംഘം വർഷം തോറും നടത്തിവരാറുള്ള സാമ്പത്തിക സഹായ പദ്ധതിയായ സാന്ത്വനത്തിന്റെ ആദ്യഘട്ടം കേരളവർമ്മ വായനശാല ഹാളിൽ നടന്നു. ആലത്തൂർ MP K രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പള്ളി മുഖ്യാതിഥിയായി. ചടങ്ങിൽ സുഹൃത്ത് സംഘം പ്രസിഡന്റ് അനൂപ് മേനോൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ PN സുരേന്ദ്രൻ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ കൗൺസിലർമാരായ സന്ധ്യ കൊടക്കാടത്ത്, കവിത കൃഷ്ണനുണ്ണി, PN വൈശാഖ്, രക്ഷാധികാരി ചന്ദ്രപ്രകാശ് ചിടമന, സെക്രട്ടറി സ്വപ്ന ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. PN സുരേന്ദ്രൻ, ശ്രീ രവി കപാലിനെ ഈ വേദിയിലേക്ക് സ്വാഗതം കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സ്വതന്ത്ര പ്രവർത്തനമായി മുന്നോട്ട് പോകുന്ന വടക്കാഞ്ചേരി സുഹൃത്ത് സംഗമത്തിന്റെ ആഭിമുഖ്യത്തിൽ US-ലെ ഹാർവർഡ് സർവകലാശാലയിലേക്ക് തൃശൂർ സ്വദേശിനി ഹനാൻ ഫാത്തിമ. മോളിക്കുലർ ആൻഡ് സെല്ലുറൽ ബയോളജി ഡിപ്പാർട്ട്മെന്റിൽ ന്യൂറോ സയൻസിൽ സ്കോളർഷിപ്പോടെ PhD ഗവേഷണം ചെയ്യാനുള്ള അവസരമാണ് കൊടുങ്ങല്ലൂർ സ്വദേശിനി ഹനാന് ലഭിച്ചിരിക്കുന്നത്. കേരള ഹൈക്കോടതിയിലെ സീനിയർ ഗവൺമെന്റ് പ്ലീഡർ കൊടുങ്ങല്ലൂർ ശാന്തിപുരം കറുകപ്പാടത്ത് KA നൌഷാദിന്റെയും അധ്യാപിക തസ്നീം നൌഷാദിന്റെയും മകളാണ്. തൃശൂർ ചിന്മയ നവഗ്രഹ ക്ഷേത്രത്തിൽ ലളിതാമൃതം ശ്രീ ലളിത സഹസ്രനാമ പദ പഠനവേദിയുടെ നേതൃത്വത്തിൽ ശ്രീ ലളിത സഹസ്രനാമജപം നടന്നു. സാമൂഹ്യ പ്രവർത്തക ശോഭാ സുരേന്ദ്രൻ ഭദ്രദീപം കൊളുത്തി ജപത്തിന് തുടക്കമിട്ടു. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. സ്വർണം വെള്ളി നിരക്കുകൾ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 7615 രൂപ, പവന് 60920 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി.
ദേശീയപാതയിലെ ചാലക്കുടി മുരിങ്ങൂർ മേഖലയിൽ വൻ ഗതാഗതക്കുരുക്ക്. 10 കിലോമീറ്റർ അകലെ വരെ വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നു. കുന്നംകുളം കാണിപ്പയ്യൂരിൽ ആംബുലൻസും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരണം 3 ഗുരുതരമായി പരിക്കേറ്റ കൂനംമൂച്ചി സ്വദേശി ആന്റണി ഇന്ന് രാവിലെ മരിച്ചു. കുറാഞ്ചേരി ദുരന്തം നടന്നിട്ട് 7 വർഷം പിന്നിടുന്നു. പ്രിയപ്പെട്ടവരുടെ ഓർമ്മയിൽ ഉറ്റവരും സ്നേഹിതരും ഒത്തുചേർന്നു. മഹാപ്രളയത്തിന്റെ നടുക്കുന്ന ഓർമ്മയിൽ ചാലക്കുടി. നാളെ ചിങ്ങമൊന്ന്. പൊന്നോണക്കാലത്ത് വരവേൽക്കാൻ മലയാളികൾ. തിരുവോണം സെപ്റ്റംബർ 5-ന്, പുലിക്കളി സെപ്റ്റംബർ 8-ന്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.